അവിടെ സ്കൂളും ചേർത്തതാ. അധ്യാപകനായിട്ട് മദ്രസ അധ്യാപകനായി ചേർത്തതാ. അയാൾക്ക് ഉറുദു അറിയായിരുന്നു. അപ്പൊ ഞാൻ അയാളിൽ നിന്ന് ഉറുദുവും പഠിച്ചു. ഇവരെല്ലാം ഉറുദു പഠിച്ചവർ തന്നെയാണ്. ഈ പറഞ്ഞ ഉറുദു പഠിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് അവർ ഉറുദുവിൽ അങ്ങനെ മെനക്കെട്ട് ചെയ്യാൻ തന്നെ. അപ്പം ഒരു കുട്ടി പോലെ വലിയ ഉറുദു ഭാഷ ഉറുദു പഠിച്ചു. മറ്റേ കിതാബ് രണ്ടാളിൽ നിന്നും കിതാബ് പഠിച്ചു. അത് കഴിഞ്ഞ് ഈ നിന്ന് അതിന് ശേഷം അപ്പോഴേക്ക് പിന്നെ നമ്മുടെ മൗലി പിന്നെ ജമാഅത്തിന്റെ ഹാജി സാഹിബ് വന്ന് ആ നിലക്കുള്ള ഒരു വിശാലത വന്ന് ഹാജി സാഹിബ് അദ്ദേഹത്തിന്റെ പ്രഭാഷണവും കാര്യങ്ങളും ഇവിടെ വന്നു. അപ്പൊ ഞാൻ ജമാഅത്തിലേക്ക് മാറി. പൊതുവെ മാറ്റപ്രവർത്തകൻ തന്നെ പ്രവർത്തകനായിട്ടില്ല. ആശയക്കാരൻ. പിന്നെ ദർശ് നടന്നപ്പോ ഇവിടെ ദർശ് നിന്നപ്പോ ഞാൻ 5 ആളും കുളിക്കല്. 5 അതല്ല ഹംസത്ത്, ഞാന് തോട്ടല മൂസ, ചേർന്നത്തെ മൊയ്തു, ഏവരെ ഉണ്ടിട്ട് മൊയ്തു മെച്ചി അങ്ങനെ നല്ല ബുദ്ധിയും. പിന്നെ അബ്ദുസലാമ്, ഊതിട്ട് രമാമു, അങ്ങനെ 5 പേര്. നിങ്ങള് പുലിക്കലേക്ക് മാറി. ഞങ്ങൾ 5 ആള്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ കിട്ടിയ ടൈറ്റില് ഹംസത്ത്. അങ്ങനെ MCC എന്നോട് ആരോ പറഞ്ഞു വെച്ച് ഞാൻ ജമാഅത്തെ ആശയക്കാരാണ്. അവിടെ പുലിക്കൽ അധ്യാപകരുള്ള MCC റഷീദ് മൗലവി. MCC ഉണ്ട്. പിന്നെ നമ്മുടെ KP മുഹമ്മദ് മൗലവിയുണ്ട്. പിന്നെ 2 ആളുടെ മരിച്ചുപോയി. 2 ആളിപ്പോ മരിച്ചുപോയി. കാര്യമായിട്ട് വലിയ അധ്യാപകന്മാർ. അപ്പൊ 6 മാസം കൊണ്ട് ചുരുക്കത്തിൽ ഞങ്ങൾ ആളുടെ പുറത്താക്കി. പുളിക്കലിന് എല്ലാവരും 5 ആള് പുറത്താക്കി. 5 ആള് പുറത്താക്കി. ജമാഅത്താശയം വെച്ചോണ്ട് ആദർശം ആണെന്നല്ല. അങ്ങനെ ഇവിടെ വന്ന് കുട്ടികൾ തിരിച്ച് നാട്ടിൽ തന്നെ വന്നു. പലരും പല വഴിക്കായി. ഓരോ വിദ്യാഭ്യാസം തീരെ മുകളിൽ പോയി. അപ്പൊ അരക്കട്ടിയിൽ ആര്യ ഉണ്ടല്ലോ മരിച്ചു. ആര്യം കുട്ടികൾക്ക് ആര്യ വന്ന് തോന്നി കൂടി പറഞ്ഞ് അരി കൊടുത്തിട്ട്. അപ്പൊ ഞാനും പോകുന്നുണ്ട്. അരീക്കോട് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞത് അങ്ങനെയാണ്. 2 ആളും കൂടി അരീക്കോട്. അപ്പൊ അവിടെ പിന്നെ കടത്തുകാരെ CH ഇബ്രാഹിം ഉണ്ട്. അരീക്കോട് ഇപ്പോഴത്തെ സുല്ലമുസ്സലാം തന്നെ. അതെ. അന്ന് ഷെയ്ഖ് മുഹമ്മദ് മൗലവിയാണ് അടുത്ത പ്രിൻസിപ്പാള്. ഷെയ്ഖ് മുഹമ്മദ് മൗലവി. അബ്ദുസലാം മൗലവി അടുത്ത സെക്രട്ടറിയും. അങ്ങനെ ഞങ്ങൾ അരീക്കോടെത്തുന്നു. അരീക്കോടെത്തി. അവിടെ അധ്യാപകന്മാര് പിന്നെ ഷെയ്ഖ് മുഹമ്മദ് മൗലവി, നമ്മുടെ ഉമ്മർ മൗലവി. അവിടെ ഞാനും ആലിയാജി. പിന്നെ വിദേശ വിദ്യാർത്ഥികളായിട്ട് കാര്യമായിട്ടാണ് ചേർത്ത്. അതിന്റെ ഇടയ്ക്ക് ഒരു തിരുപ്പഞ്ചിക്കാരെ ഒരു ഔലൻ പറഞ്ഞു. ഞാനൊരു പ്രബോധനം പാടുന്നു. അത് ഉമ്മർ മൗലവി കേട്ടേര് ഉമ്മർ മൗലവി പുറത്താക്കിയില്ല. എന്നെ പുറത്താക്കി. ആര്യാട് തന്നെ. നിങ്ങളെ മാത്രം പുറത്താക്കി. എന്നെ മാത്രം പുറത്താക്കി. അങ്ങനെ വീണ്ടും തന്നെ വന്നു. ഇല്ല, അപ്പൊ ഒക്കെ ഞാൻ അങ്ങനെ തന്നെ കടി കിട്ടി. ജമാഅത്ത് ആസ്ഥാനത്തേക്ക് പോയി. ആജിതായി പറഞ്ഞു എന്നാൽ ഏതാണ്ട് പഠിപ്പ് പൂർത്തിയാക്കറ ഇനി ഉമറാബാദിലേക്ക് പോയി. അങ്ങനെ ഉമറാബാദ്. അത് ഹാജി സാഹിബിന്റെ നിർദ്ദേശപ്രകാരം ഉമറാബാദിന്റെ മുഴുവൻ ജാമിയ ദാറുസ്സലാം. ഈ സമയത്ത് നീ മനസ്സിലാക്കേണ്ടത് ഒരു ചായ വേണം കൊടുക്കുക പൈസ. ഉപ്പ ഇവിടെ അതിനേക്കാൾ വലിയ ദാരിദ്ര്യത്തിൽ ഇവിടെ. പിന്നെ എന്താണെന്നറിയില്ല, അങ്ങനെ അങ്ങ് പോക്കില്ല. എന്തും സഹിക്കാൻ. 5 ഒട്ടും താഴെയൊക്കെ നടന്നിട്ടുണ്ട്. ഒറ്റന്ന് മറ്റൊക്കെ പോകാൻ. അവിടുത്തെ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം എനിക്കൊരു
കരളിന്റെ ഒരു അസുഖം, ചികിത്സിക്കാനൊന്നും വകയില്ല. അവിടെ നിൽക്കുവാനായി മരിക്കൂന്നാണ് നേരെ എത്തിയപ്പോൾ. അല്ല, ഉമറവാന്ന് ഓര് എന്റെ കമ്മിറ്റിക്കാരും കൂടിയിട്ട് എന്നോട് നിങ്ങൾ തൽക്കാലം നാട്ടിലേക്ക് പോയി, ശരിയാവില്ല, ചികിത്സയൊന്നുമില്ല അതിന്റെ പേര്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല. ഞാൻ ആദ്യം പോയി വെളിയിലേക്ക്. അവിടെ ഞാൻ പിന്നെ ഫുൾ ടൈം ജമാഅത്ത് പ്രവർത്തകനായി. പ്രബോധനത്തിന്റെ പണി. പ്രബോധനത്തിൽ നിങ്ങളെ ലേഖനങ്ങൾ നോക്കലും പ്രബോധനത്തിൽ ജോലി എന്ന് പറയുന്നത് എഡിറ്റോറിയലിൽ തന്നെ എഴുതലും നോക്കലൊക്കെ തന്നെ. ലേഖനങ്ങളൊക്കെ എഴുതുകയും മറ്റുള്ള നോക്കുകയും പഠിക്കുകയും പ്രിന്റിങ്ങും. പ്രബോധനത്തിന് അന്നത്തെ പണിയിൽ എല്ലാ പണിയും. അതിന്റെ ഇടയിൽ പിന്നെ ജമാഅത്തിന് ഏതെങ്കിലും പ്രസംഗിക്കാൻ പോകും. പിന്നെ രാവിലെ ആണെന്നൊരു മദ്രസ, അതൊക്കെ അതും നടത്തി. അക്കൂട്ടത്തിൽ പിന്നെ ഇരുമ്പഴിയാൻ പോയി, അവിടെ ഖത്തീബ് ഉണ്ടായി. പിന്നെ സ്കൂളിലേക്ക് വരുന്നപ്പോ പിന്നെ സ്കൂൾ അധ്യാപനം അത് കഴിഞ്ഞ് പിന്നെ ജമാഅത്ത് സംബന്ധിച്ചതിന്റെ പഠനത്തിൽ എനിക്കൊരു ചെറിയ വിവാദത്തില് അനുസരണം എങ്ങനെ വരുന്നത്, വിവാഹമില്ലാതെ വിവാദത്ത് വേണം. അപ്പൊ ഞാൻ ഹാജിയോട് തന്നെ ചോദിച്ചു. അപ്പൊ എന്റെ നേതാവായ ടി മുഹമ്മദ് മരിച്ചു. അയാളെ പുസ്തകത്തിലേക്ക് ഞാൻ അവതാരിയൊക്കെ എഴുതിയിട്ടുണ്ട്. അയാളോട് ഞാൻ ഈ വിഷയം പറഞ്ഞത് എന്നോട് പറഞ്ഞു, എനിക്കും ഉണ്ടോ അങ്ങനെ വല്ല സംശയവും ആൾക്കാർ അതിപ്പോ പറഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞു. സോ ഹൈദരാബാദിൽ യോഗത്തിന് അബുൽ ഡേസ് വന്നു. അപ്പൊ അബുൽ ഡേസിനോട് ഞാൻ ഈ സംശയം ചോദിച്ചു. അമീർ കേരള പിന്നെ ഇന്ത്യൻ അമീർ. അപ്പൊ അയാള് ഞാൻ ചോദിച്ചിങ്ങനെ വിഭാഗത്തും മറ്റേ ആരാധനയും അനുസരണയും രണ്ടും ഒരേ തുല്യ ഇതാണെങ്കിലും ആരാധനയെ സംബന്ധിച്ച് പറയുന്നത് മറ്റൊരാളെയും അനുസരണത്തെ സംബന്ധിച്ച് റസൂലിനെ അനുസരിക്കാൻ പറയുന്നുണ്ട്, മാതാപിതാക്കളെയൊക്കെ അനുസരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ വ്യത്യാസമില്ല. കുറെ ആളെ പറഞ്ഞിട്ട് എനിക്ക് നീരാണ്ടല്ല എന്നോട് എനിക്ക് പിന്നെ അങ്ങോട്ടേക്കും പിന്നെ എനിക്ക് തരുന്നില്ല. അങ്ങനെയാ ജമാഅത്ത് വെച്ച് വിട്ടു. ഒഴിവായി.